ഈ വരാനിരിക്കുന്ന ആഗസ്റ്റിൽ ഇന്ത്യൻ T20 ടീം ബംഗ്ലാദേശിനെതിരെ ഒരു പരമ്പര കളിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പരമ്പരയിൽ IPL വളരെ മികച്ച ക്യാപ്റ്റൻസിയും വളരെ മികച്ച പ്രകടനം നടത്തിയ ശ്രേയസ് അയ്യറിനെ ഇന്ത്യൻ T20 ടീമിൽ അവസരം ലഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ടൈംസ് പോലത്തെ പല മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ഏകദിന ടീമിന്റെ ക്യാപ്റ്റൻസി പരിഗണനയിൽ ശുഭ്മാൻ ഗില്ലിനെയും ശ്രേയസ് അയ്യറിനെയും ഇന്ത്യൻ ODI ടീമിന്റെ ക്യാപ്റ്റൻസി പരിഗണനയിലുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം, ബംഗ്ലാദേശിനെതിരെയുള്ള T20 പരമ്പരയിൽ നിതീഷ് കുമാർ റെഡ്ഡി ടീമിൽ ഉണ്ടായേക്കില്ല. പകരം ശ്രേയസ് അയ്യർ ആയിരിക്കും ടീമിലേക്ക് വരിക എന്നുള്ള റിപ്പോർട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ നേരത്തെ ഗൗതം ഗംഭീർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇന്ത്യൻ T20 ടീമിൽ അധികം മാറ്റങ്ങളൊന്നും വരുത്തില്ല. T20 ടീം ആവട്ടെ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അധികം ഷഫ്ലിംഗ് ഒന്നും മാറ്റം വരുത്താൻ ഞാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ T20 ടീമിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഗംഭീർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സഞ്ജു സാംസൺ എന്തായാലും ബംഗ്ലാദേശിനെതിരെയുള്ള T20 പരമ്പരക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ എന്തായാലും അദ്ദേഹത്തിന് അവസരം ലഭിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇന്ത്യൻ T20 ടീമിന്റെ വിന്നിംഗ് കോമ്പിനേഷൻ ഒരിക്കലും താൻ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റാർ സ്പോർട്സ് നൽകിയ അഭിമുഖത്തിൽ തന്നെ ഗംഭീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്കറിയാം, ഇന്ത്യൻ T20 ടീം ആവട്ടെ വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കുറെ പരമ്പരകളിൽ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റ് അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും.